എൻ്റെ എത്രയും പ്രിയപ്പെട്ട അമ്മമാർക്കും സജ്ജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. നാളെ ദശമിയാണ്. പക്ഷെ ഇന്ന് തന്നെ ഒരു പ്രധാന കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് തോന്നി. അതാണ് ഞാൻ ഓടി വന്നത്. അറിഞ്ഞോ അറിയാതെയോ തെറ്റായ ദിവസം വ്രതം നോറ്റുപോയാൽ വ്രതത്തിന്റെ ഫലം തന്നെ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. ഇത്തവണത്തെ യോഗിനി ഏകാദശി ജൂലൈ 10 അതോ 11? ഈ സംശയം ഇപ്പോൾ 10,000-കണക്കിന് ഭക്തരിലും പ്രത്യേകിച്ച് വീട്ടിലെ അമ്മമാരിലും വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ആ ഒരു കൺഫ്യൂഷൻ പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ച് കൃത്യമായ അറിവോടെയും ഭക്തിയോടെയും വ്രതം നോക്കാൻ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും മുഴുവനായിട്ട് കേട്ട് നോക്കൂ കേട്ടോ. ഒട്ടും ആശയക്കുഴപ്പമില്ലാതെ വളരെ ലളിതമായിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരാം. അതിനു മുൻപ് നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ അത്രയും സന്തോഷം. അതുപോലെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അമ്മമാരെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അല്ലേ. ജ്യോതിഷ പ്രകാരവും പഞ്ചാംഗ പ്രകാരവും ഈ വർഷത്തെ ഏകാദശി തിഥി വരുന്നത്, അതായത് യോഗിനി ഏകാദശി തിഥി വരുന്നത് എങ്ങനെയാണെന്ന് നമ്മൾക്കൊന്ന് നോക്കാം. ഈ വരുന്ന ജൂലൈ 10 വെള്ളിയാഴ്ച രാവിലെ 8:16 ഏകാദശി തിഥി തുടങ്ങുന്നത്. ഇത് ജൂലൈ 11 ശനിയാഴ്ച പുലർച്ചെ 5:22 വരെ തുടരുകയും ചെയ്യും. ഇവിടെയാണ് തിഥികളുടെ ആ ഒരു മാറ്റം വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ 2 രീതിയിലാണ് വ്രതം നോൽക്കുന്നത്. ആദ്യത്തെ ദിവസം ജൂലൈ 10 വെള്ളിയാഴ്ചയാണ്. അന്ന് പകല് മുഴുവൻ ഏകാദശി തിഥി ഉള്ളതുകൊണ്ട് സാധാരണക്കാരായ ഭക്തരും നമ്മളുടെയൊക്കെ വീടുകളിലെ ഭൂരിഭാഗം അമ്മമാരും അന്ന് തന്നെയാണ് വ്രതം നോൽക്കാൻ സാധ്യത. എന്നാൽ രണ്ടാമത്തെ ദിവസം, അതായത് ജൂലൈ 11 ശനിയാഴ്ച, അന്ന് സൂര്യോദയ സമയത്ത് ഏകാദശി തിഥി നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ഈ പറയുന്ന വെള്ളിയാഴ്ച 10-ാം തീയതി സൂര്യോദയ സമയത്ത് ദശമി തിഥിയാണ്. അന്ന് 8:16 മാത്രമേ ഏകാദശി തിഥി ആരംഭിക്കുകയുള്ളൂ. പക്ഷെ പകല് പൂർണ്ണമായിട്ടും ഏകാദശി തിഥി ഉള്ളത് ഈ പറഞ്ഞ ജൂലൈ 10 വെള്ളിയാഴ്ചയാണ് എന്നതും കൊണ്ടാണ് ഇവിടെ കൺഫ്യൂഷൻ വരുന്നത് കേട്ടോ. അതുകൊണ്ട് കർശനമായ വൈഷ്ണവ നിയമങ്ങൾ പാലിക്കുന്നവരും ഇസ്കോൺ ഭക്തരും ശനിയാഴ്ചയാണ് വ്രതം നോൽക്കുന്നത്. ഇതാണ് ഇതിന്റെ പിന്നിലെ അടിസ്ഥാന വ്യത്യാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിൽ രണ്ടും തെറ്റല്ല അമ്മമാരെ. അവരവരുടെ ആചാരക്രമങ്ങൾ അനുസരിച്ചാണ് ഇത് മാറിയിരിക്കുന്നത്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, മോളെ ഇതിൽ ഏതാണ് ശരി, ഞങ്ങൾ ഏത് ദിവസമാണ് എടുക്കേണ്ടത് എന്നൊരു കൺഫ്യൂഷനോടുകൂടി ഒരുപാട് അമ്മമാര് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എൻ്റെ അമ്മമാരുടെ മനസ്സിലും ഒരു ചോദ്യം വരും, മോളെ എപ്പോൾ ഞങ്ങൾ ഏത് ദിവസം തിരഞ്ഞെടുക്കണം എന്നല്ലേ. അതിനുള്ള ഉത്തരവും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. നിങ്ങൾ സാധാരണ നമ്മുടെ നാട്ടിലെ ക്ഷേത്ര കലണ്ടർ പിന്തുടരുന്നവരോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീടുകളിൽ പണ്ട് മുതലേ മുത്തശ്ശിമാരും അമ്മമാരും ചെയ്തിരുന്നത് പോലെ ലളിതമായി വ്രതം നോൽക്കുന്നവരോ ആണെങ്കിൽ നിങ്ങൾ ഒട്ടും സംശയിക്കേണ്ട. ജൂലൈ 10 വെള്ളിയാഴ്ച വ്രതം നിങ്ങൾക്കൊക്കെ അനുഷ്ഠിക്കാവുന്നതാണ്. കേരളത്തിലെ ഭൂരിഭാഗം ക്ഷേത്രങ്ങളിലും അന്നാണ് ഏകാദശി പ്രാധാന്യമായിട്ട് കണക്കാക്കുന്നത്. അതല്ല, നിങ്ങൾ കർശനമായ വൈഷ്ണവ നിയമങ്ങൾ പാലിക്കുന്നവരോ അല്ലെങ്കിൽ ഇസ്കോൺ പോലുള്ള ആചാരങ്ങൾ കൃത്യമായി പിന്തുടരുന്നവരോ ആണെങ്കിൽ ജൂലൈ 11 ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഒരു കാര്യം എപ്പോഴും ഓർക്കുക അമ്മമാരെ, നമ്മൾ ഏത് ദിവസം തിരഞ്ഞെടുത്താലും നമ്മുടെ മനസ്സിന്റെ ശുദ്ധിയും ഭഗവാനോടുള്ള ഭക്തിയുമാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ കൊടുക്കുന്ന ഒരു തുളസി ഇല പോലും സന്തോഷത്തോടെ സ്വീകരിക്കുന്നവനാണ് ആ കാരുണ്യമൂർത്തി. അതുകൊണ്ട് ആശയക്കുഴപ്പങ്ങളെല്ലാം മനസ്സിൽ നിന്നങ്ങ് മാറ്റിവെച്ചേക്കൂ. പൂർണ്ണമായ ഭക്തിയോടെ ആ പൊന്നു ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിക്കുക കേട്ടോ. അമ്മമാരെ, ഏകാദശി വ്രതം എന്ന് പറയുന്നത് ആ ഒരു ദിവസം മാത്രം നോക്കുന്ന ഒന്നല്ല എന്ന് എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാം അല്ലേ. വ്രതത്തിന്റെ ആദ്യ പടി എന്ന് പറയുന്നത് തലേ ദിവസത്തെ ദശമി നാളാണ്. അതായത് നാളെയാണ് ദശമി. നാളെ ദശമി ആയതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ കേട്ടോ. ദശമി ദിവസം മുതൽ നമ്മൾ വ്രതശുദ്ധിയോടുകൂടി ഇരിക്കേണ്ടതായിട്ടുണ്ട്. മത്സ്യ മാംസാദികള്, അതുപോലെ തന്നെ ഉള്ളി വെളുത്തുള്ളി ഒക്കെ അവോയ്ഡ് ചെയ്യാൻ കഴിയുന്നവർ മാക്സിമം അതൊന്ന് അവോയ്ഡ് ചെയ്ത് വെക്കണം. നമ്മുടെ നാവ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനോ വിഷമിപ്പിക്കാനോ ഉപയോഗിക്കാൻ പാടില്ല. അതെപ്പോഴും ഭഗവത് ചിന്തയിലും നാമജപത്തിലും മാത്രം മുഴുകിയിരിക്കട്ടെ. നാളെ രാത്രിയിൽ അരിഭക്ഷണം ഒഴിവാക്കി പഴവർഗ്ഗങ്ങൾ മാത്രം കഴിച്ച് പൂർണ്ണ ബ്രഹ്മചര്യത്തോടെ വേണം ഉറങ്ങാൻ. അതായത് ദശമി ദിവസം ഒരിക്കലാണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം നമ്മൾ സാധാരണ മലയാളികൾ ഉച്ചയ്ക്ക് എന്തായാലും ചോറ് കഴിക്കാതിരിക്കില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാം. രാവിലെ അരി കൊണ്ടുള്ള പ്രഭാത ഭക്ഷണമൊക്കെ ഒന്ന് ഒഴിവാക്കണം. അതുപോലെ രാത്രിയിലും പഴവർഗ്ഗങ്ങൾ എന്തെങ്കിലും കഴിക്കണം കേട്ടോ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് നാളെ നിങ്ങൾ ചെയ്തു വെക്കേണ്ടത്. എന്താണ്? അതെ, അത് തന്നെയാണ്. എല്ലാവരും അത് പറയുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? പലരും തിരക്കുകൾക്കിടയിൽ മറന്നു പോകുന്ന ഒന്നാണിതല്ലേ. നാളെ സന്ധ്യയ്ക്ക് മുൻപായിട്ട് നമുക്ക് പൂജയ്ക്കും ക്ഷേത്രത്തിൽ കൊണ്ടുപോകാനും ആവശ്യമായി തുളസിയില നുള്ളി വെക്കാൻ ആരും മറക്കരുതേ അമ്മമാരെ. കാരണം ഏകാദശി നാളിൽ തുളസി ദേവിയെ സ്പർശിക്കാനോ തുളസി നുള്ളാനോ പാടില്ല എന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ദേവിയും നമ്മോടൊപ്പം ഏകാദശി വ്രതം നോൽക്കുന്നുണ്ട്.
അതുകൊണ്ട് ആ ഒരു തെറ്റ് എൻ്റെ അമ്മമാരാരും വരുത്തി വെക്കരുത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. ഇനി ഏകാദശി ദിവസം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അന്ന് അതിരാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ കഴിയുമെങ്കിൽ എഴുന്നേൽക്കുക കേട്ടോ. കുളിച്ച് എണ്ണ തേക്കാതെ കുളിച്ചിട്ട് ശുദ്ധിയായി നല്ല വൃത്തിയുള്ള ഒരു വസ്ത്രം ധരിച്ച് പൂജാമുറിയിൽ വരിക. ഭഗവാന് മുൻപിൽ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിരിക്കുന്ന പുഷ്പങ്ങൾ എന്ത് തന്നെ ആയാലും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുക. ഒരു നെയ് വിളക്ക് ഈ ഒരു സമയത്ത് ഭഗവാന് സമർപ്പിക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ്. ചെറിയൊരു ചിരാതിൽ അല്പം നെയ്യ് ഒഴിച്ചിട്ട് തിരി തെളിയിച്ചു കൊടുക്കാം. ഇനി അതിന് സാധിക്കാത്തവരും വിഷമിക്കേണ്ട, നിങ്ങൾ സാധാരണ പോലെ നിലവിളക്ക് തെളിയിച്ചാലും മതിയാവും കേട്ടോ. ഈ ഒരു സമയത്ത് സാധ്യമെങ്കിൽ ഭഗവാന് പ്രിയപ്പെട്ട നിവേദ്യം എന്തെങ്കിലും സമർപ്പിക്കാം. പാൽപായസമൊക്കെ സമർപ്പിച്ചാൽ ഭഗവാന് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇല്ലാച്ചാലും പഴവർഗ്ഗങ്ങൾ എന്താണെങ്കിലും നമ്മൾക്ക് ഭഗവാന് ഈ ഒരു സമയത്ത് നൈവേദ്യമായിട്ട് സമർപ്പിക്കാവുന്നതാണ്. ഒപ്പം നമ്മൾ തലേ ദിവസം നുള്ളി വെച്ച തുളസി ദളങ്ങൾ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുക കേട്ടോ. ഈ ദിവസം നമ്മൾക്ക് വിഷ്ണു സഹസ്രനാമം, നാരായണീയം അല്ലെങ്കിൽ ഭഗവാന്റെ നാമങ്ങൾ എന്ത് തന്നെ ആയാലും ഏതൊരു നാമമാണെങ്കിലും നിങ്ങളുടെ നാവിലും മനസ്സിലും ആ ഒരു സമയത്ത് വരുന്ന ഭഗവാന്റെ നാമങ്ങളെല്ലാം തന്നെ ഭഗവാനോട് കൈകൂപ്പി കണ്ണ് നിറഞ്ഞ് മനസ്സിലെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സങ്കടങ്ങളും എന്ത് തന്നെയാണെങ്കിലും അമ്മ മനസ്സിൽ ഇപ്പോഴുള്ളത് അതങ്ങനെ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുക കേട്ടോ. ഈ ഒരു കാലയളവിൽ നടന്നു കിട്ടേണ്ട ഏറ്റവും വലിയൊരു ആഗ്രഹം അമ്മയുടെ മനസ്സിലുണ്ടാവും. ഒരുപാട് തീർന്നു കിട്ടേണ്ട സങ്കടങ്ങൾ ഉണ്ടാവും. ഒരുപാട് കടബാധ്യതകൾ വലിക്കുന്നുണ്ടാവും. എന്തു തന്നെയാണെങ്കിലും നമ്മുടെ സന്തോഷങ്ങളും പങ്കുവയ്ക്കാം, നമ്മളുടെ വിഷമങ്ങളും പങ്കുവയ്ക്കാം. ഭഗവാന് ഇതെല്ലാം തന്നെ എടുത്തിട്ട് അതിൻ്റെ ഒരു പൂർണ്ണ ഫലം നമ്മൾക്ക് നിറച്ചു തരുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് മനസ്സ് നിറഞ്ഞിട്ട് അമ്മ പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇങ്ങനെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടേയിരിക്കട്ടെ ഈ ദിവസം മുഴുവൻ. കഴിയുമെങ്കിൽ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ പോയി ഭഗവാന് പ്രത്യേക വഴിപാടുകളൊക്കെ സമർപ്പിക്കാവുന്നതാണ്. ഇനി വഴിപാടുകൾ എല്ലാവർക്കും സമർപ്പിക്കാൻ സാധിക്കണമെന്നില്ല, വേണ്ട. അവിടെ ചെന്നിട്ട് കൈകൂപ്പി കണ്ണ് നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ് ഭഗവാനെ ഞാനിവിടെ വന്നിട്ടുണ്ട്, ഇത്രയിടം വരെ വന്നിട്ടുണ്ട് എന്ന് ഭഗവാനോട് പറഞ്ഞാൽ തന്നെ, അങ്ങോട്ടൊന്നും ആവശ്യപ്പെട്ടില്ലെങ്കിൽ തന്നെ ഭഗവാൻ എല്ലാം അറിയുന്നവനല്ലേ, എല്ലാം അറിയും. അമ്മയുടെ മനസ്സിലെ സങ്കടങ്ങളും പ്രാർത്ഥനകളും പറയാത്ത പ്രാർത്ഥനകളും ആവശ്യങ്ങളും പോലും അറിയുന്നവനാണ് നമ്മുടെ സാക്ഷാൽ മഹാവിഷ്ണു, നമ്മുടെ സാക്ഷാൽ പൊന്നു ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അമ്മ മനസ്സിൽ യാതൊരുവിധ സന്ദേഹങ്ങളും വേണ്ട, ധൈര്യമായിട്ട് തന്നെ അതിശക്തമായി യോഗിനി ഏകാദശി വ്രതം നോറ്റോളൂ കേട്ടോ. ഏകാദശി നാളിലെ ഭക്തി നിർഭരമായ പൂജയും പ്രാർത്ഥനയും ഉറപ്പായിട്ടും നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും വലിയൊരു ഉണർവ് നൽകുമെന്നൊരു കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇനി പ്രായമായ അമ്മമാരോ അതോ ആരോഗ്യം അനുവദിക്കാത്തവരോ ഉണ്ടെങ്കിൽ ഒരിക്കലും പൂർണ്ണ ഉപവാസത്തിലേക്ക് നിങ്ങൾ പോകരുത് കേട്ടോ. പൂർണ്ണമായി പട്ടിണി കിടന്നാൽ മാത്രമേ അനുഗ്രഹം ഉണ്ടാവൂ എന്ന് ഭഗവാൻ എങ്ങും പറഞ്ഞിട്ടില്ല. ഇത് ഞാൻ എല്ലാ വ്രത വീഡിയോയിലും ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ്. നിങ്ങൾക്ക് അരിഭക്ഷണം ഒഴിവാക്കാം. നമ്മൾക്ക് ഏകാദശി നാളിൽ ധാന്യാഹാരങ്ങളും ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. ഞാൻ ഈ ഏകാദശി വ്രത വീഡിയോയിലെല്ലാം ഗോതമ്പ് കഴിക്കാമെന്ന് പറയുമ്പോൾ ചിലർ കമൻസിൽ വന്ന് ചോദിക്കാറുണ്ട്, കുട്ടി ധാന്യാഹാരങ്ങളൊന്നും തന്നെ കഴിക്കാൻ പാടില്ല, കുട്ടിക്ക് ഇതൊന്നും അറിയാതെയാണോ ഈ സംസാരിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ അമ്മമാര് പൂർണ്ണമായിട്ടും ആഹാരം വെടിഞ്ഞാൽ 3 നേരം മരുന്നൊക്കെ കഴിക്കുന്നവരാണ് ധാരാളം അമ്മമാരും. ഈ ഒരു കാലഘട്ടത്തിൽ പ്രായമായ അമ്മമാരും മാത്രമല്ല ചെറുപ്പക്കാർക്ക് വരെ നല്ല അസുഖങ്ങളൊക്കെ ഉള്ള ഒരു സമയമാണല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് പൂർണ്ണമായിട്ടും ഉപവാസം എടുക്കണം എന്ന് എനിക്ക് എങ്ങനെയാ പറയാൻ സാധിക്കുക? ആചാര്യന്മാർ പോലും പറയുന്നില്ല. അവരും പറയുന്നത് ഗോതമ്പ് കഞ്ഞിയൊക്കെ നിങ്ങൾക്ക് കഴിക്കാം എന്നാണ് പറയുന്നത് കേട്ടോ. അതുപോലെ നമ്മൾക്ക് ഏകാദശി പുഴുക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാം. ഇനി ഗോതമ്പ് ധാന്യാഹാരങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണമെന്ന് നിർബന്ധമുള്ളവർ ഉറപ്പായിട്ടും അങ്ങനെ തന്നെ ചെയ്യുക കേട്ടോ. ഏകാദശി പുഴുക്കൊക്കെ ഉണ്ടാക്കി നിങ്ങൾ കഴിക്കുക കേട്ടോ. അല്ലാത്തവർ, നിങ്ങൾ സാധാരണ ഗോതമ്പൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. എന്തായാലും നമ്മൾക്കറിയാം ഏകാദശി വ്രതത്തിൽ അരി ആഹാരം പൂർണ്ണമായിട്ടും ഒഴിവാക്കി നിർത്തേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്കറിയാം അതിശക്തമായ ഒരു മുഹൂർത്തമുണ്ട്, ഹരിവാസര സമയം എന്ന് പറയുന്നത്. അതായത് ഭഗവാൻ ലക്ഷ്മി സമേതനായിട്ട് ഭൂമിയിൽ നമ്മുടെ വീടുകളിൽ പോലും സന്നിഹിതനാവുന്ന ഒരു സമയമാണിത്. അതിശക്തമായൊരു വ്രതമാണ് ഏകാദശി വ്രതം. ഈ യോഗിനി ഏകാദശി വ്രതം എന്ന് പറയുന്നത് അതിശക്തമായൊരു വ്രതമാണ്. മനസ്സിൽ ആഗ്രഹിക്കുന്നത് എന്തും ഭഗവാൻ നമ്മുടെ കൈവെള്ളയിൽ വെച്ച് തരുന്നൊരു ദിവസമാണ് ഈ യോഗിനി ഏകാദശിയുടെ ഹരിവാസര സമയം എന്ന് പറയുന്നത്. ശനിയാഴ്ച രാത്രി 12:07 മുതൽ രാവിലെ 10:32 വരെയാണ്. ഈ ഒരു സമയം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഈ ഒരു സമയത്ത് അഖണ്ഡ നാമജപവും പൂർണ്ണമായ ഉറക്കമൊഴിക്കലും പൂർണ്ണ ഉപവാസവും ഏറ്റവും ഉത്തമമാണ്. ഈ ഒരു സമയത്ത് ഞാൻ പറയുന്നു, നിങ്ങളുടെ ആരോഗ്യം അനുവദിക്കുന്നുണ്ടെങ്കിൽ മാത്രം
ഇനി നമുക്കറിയാം അമ്മമാരെ, വ്രതം നോൽക്കുന്നത് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പാരണ വീടുക എന്ന് പറയുന്നത്. അതായത് വ്രതം അവസാനിപ്പിക്കുന്ന സമയം എന്ന് പറയുന്നത്. അത് തെറ്റിപ്പോയാൽ നമ്മളെടുത്ത വ്രതത്തിന്റെ പൂർണ്ണ ഫലം ലഭിക്കില്ല എന്നാണ് പറയപ്പെടുന്നത്. ഹരിവാസര സമയം കഴിഞ്ഞ് വേണം വ്രതം മുറിക്കാൻ എന്നുള്ളതും നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഈ സമയങ്ങളിൽ നിങ്ങൾ കൃത്യമായിട്ട് ഞാൻ ഈ ടെക്സ്റ്റ് എഴുതി കാണിക്കുമ്പോൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ ഒന്ന് കുറിച്ച് വെക്കുകയോ ചെയ്യുക കേട്ടോ അമ്മമാരെ. ജൂലൈ 10 വെള്ളിയാഴ്ച വ്രതം നോൽക്കുന്നവർ, നിങ്ങൾ വ്രതം അവസാനിപ്പിക്കേണ്ടത് തൊട്ടടുത്ത ദിവസമാണ്. അതായത് ജൂലൈ 11 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:46 മുതൽ വൈകിട്ട് 4:18 വരെയുള്ള സമയത്തിനുള്ളിലാണ് നിങ്ങൾ വ്രതം അവസാനിപ്പിക്കേണ്ടതായിട്ടുള്ളത്. ഇനി ജൂലൈ 11 ശനിയാഴ്ച വ്രതം നോൽക്കുന്നവർ, അതായത് ഇസ്കോൺ പോലെയുള്ള ആളുകൾ, നിങ്ങൾ വ്രതം അവസാനിപ്പിക്കേണ്ടത് ജൂലൈ 12 ഞായറാഴ്ച രാവിലെ 6:11 മുതൽ 8:43 വരെയുള്ള സമയത്തിനിടയ്ക്കാണ്. സ്ഥല വ്യത്യാസം അനുസരിച്ച് മിനിറ്റുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തെ പാരണ വീടേണ്ടതായിട്ട് അറിയണമെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ, ഞാൻ പറഞ്ഞു തരാമേ. ഈ സമയം തെറ്റാതെ നോക്കാൻ എൻ്റെ അമ്മമാരെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ എല്ലാ പാപങ്ങളും ദുരിതങ്ങളും മാറ്റുന്ന പുണ്യദിനമാണ് ഈ യോഗിനി ഏകാദശി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും നമ്മുടെയൊക്കെ ആരോഗ്യത്തിനും ഏറ്റവും ഉത്തമമാണ്. ഇപ്പോൾ എൻ്റെ അമ്മമാരുടെ മനസ്സിലെ എല്ലാ സംശയങ്ങളും മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളുമായി നടക്കുന്ന എത്രയോ അമ്മമാരുണ്ടാവും അല്ലേ? നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ആ പൊന്നു ഗുരുവായൂരപ്പൻ കേൾക്കാതെ ഇരിക്കുകയില്ല. ആ കാൽക്കലെല്ലാം സമർപ്പിച്ചോളൂ കേട്ടോ. അടുത്ത വീഡിയോയിൽ നമ്മൾ ഏകാദശി വ്രത ദിവസം അറിയാതെ ചെയ്തു പോകുന്ന തെറ്റുകൾ എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് വിശദമായിട്ട് പറഞ്ഞു തരാം. അത് മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഈ അറിവ് നിങ്ങളുടെ കൂട്ടുകാരായ മറ്റമ്മമാർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഭഗവാൻ മഹാവിഷ്ണുവിന്റെ കാരുണ്യവും അനുഗ്രഹവും എൻ്റെ എല്ലാ അമ്മമാർക്കും എല്ലായ്പ്പോഴും ഉണ്ടാവട്ടെ. സന്തോഷമായിട്ടിരിക്കും കേട്ടോ. നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.